സോ വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കെമിക്കൽ ഇക്വിലിബ്രിയം ആയിരുന്നു. ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് കൂടെ ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം. സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇക്വിലിബ്രിയം പ്രോസസ്സ് നടക്കുന്ന കണ്ടെയ്നറിനകത്ത് ഒന്നിൽ കൂടുതൽ ഇക്വിലിബ്രിയം റിയാക്ഷൻസ് നടക്കുന്നുവെങ്കിൽ, that is more than one equilibrium is existing in the same system or same vessel at the same time. അപ്പോൾ ഒരു റിയാക്ഷൻ, അപ്പോൾ ഒന്നിൽ കൂടുതൽ റിയാക്ഷൻസ് ഇക്വിലിബ്രിയം പൊസിഷനിൽ സെയിം ടൈമിൽ സെയിം കണ്ടെയ്നറിനകത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കാൽഷ്യം കാർബണേറ്റിനെയും ദാറ്റ് ഈസ് രണ്ടുപേരെയും കൂടെ ഒരു സെയിം കണ്ടെയ്നറിൽ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ B ലിറ്റർ വെസലിനകത്ത് ഞാൻ കാൽഷ്യം കാർബണേറ്റും കാർബൺ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ട് ഇക്വിലിബ്രിയം റിയാക്ഷൻസ് പോസിബിൾ ആണ്. ഒന്ന്, കാൽഷ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ റെഡ്യൂസ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ദ ഫോംഡ് കാർബൺ ഡൈ ഓക്സൈഡ് can react with the carbon and forms 2CO. Calcium carbonate solid, gas, solid, gas. Clear ആയല്ലോ? അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം പ്രോസസ്സ് സെയിം സിസ്റ്റത്തിൽ സെയിം കണ്ടെയ്നറിൽ സെയിം ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടെ, ഈ രണ്ട് ഇക്വിലിബ്രിയം പ്രോസസ്സിലും ഒരു ആൾ കോമണാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇക്വിലിബ്രിയം, മോർ ദാൻ വൺ ഇക്വിലിബ്രിയം പ്രോസസ്സ് ഒരു സിസ്റ്റത്തിൽ ഒരു സെയിം ടൈമിൽ എക്സിസ്റ്റ് ചെയ്യണം. ആ ഇക്വിലിബ്രിയം പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റോ പ്രോഡക്റ്റോ കോമൺ ആയിരിക്കണം. ഇവിടെ പ്രോഡക്റ്റ് കോമണാണ്, ഇവിടുത്തെ പ്രോഡക്റ്റ് ഇവിടുത്തെ റിയാക്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇക്വിലിബ്രിയം സെയിം ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റോ പ്രോഡക്റ്റോ കോമൺ ആയിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയത്തിന് പറയുന്ന പേരാണ് സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു പോയിന്റ് ഓർക്കാനുള്ളത്, ഈ സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയം പ്രോസസ്സിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും എന്ന് പറഞ്ഞു, ഒന്നുകിൽ റിയാക്റ്റൻ്റോ പ്രോഡക്റ്റോ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇക്വിലിബ്രിയം റിയാക്ഷൻസിൽ കോമൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആളിൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ വിൽ ബി ദ സെയിം ഇൻ ഓൾ ഇക്വിലിബ്രിയം പ്രോസസ്. എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ്, ഈ റിയാക്ഷനും ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം പ്രോസസ്സിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്താണോ അത് തന്നെയായിരിക്കും രണ്ടാമത്തെ ഇക്വിലിബ്രിയം പ്രോസസ്സിലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് ആ സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയം പ്രോസസ്സിൽ കോമൺ ആയിട്ട് വരുന്ന ആളിൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എല്ലാ ഇക്വിലിബ്രിയം പ്രോസസ്സിലും സെയിം ആയിരിക്കും. അതാണ് സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയത്തിലെ പോയിന്റ്. The equilibrium concentration of the species which is common in all the equilibrium will be the same in all equilibrium process. നമുക്ക് നോക്കാം. ഞാൻ A മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റും B മോൾസ് ഓഫ് കാർബണും കൂടെ ചേർത്തിട്ടാണ് ഹീറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, A മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് B മോൾസ് ഓഫ് കാർബൺ ആർ ഹീറ്റഡ് ഇൻ എ B ലിറ്റർ വെസൽ. അറ്റ് ഇക്വിലിബ്രിയം X മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, Y മോൾസ് ഓഫ് കാർബൺ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സംഭവം. ഇപ്പോൾ A മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റും B മോൾസ് ഓഫ് കാർബണും X മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്യും, C മോൾസ് ഓഫ് കാർബൺ റിയാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇനിഷ്യലി നമ്മൾ A മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് അല്ലേ എടുത്തതെന്ന് അല്ലേ? സോ A മൈനസ് എക്സ് അല്ലേ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഇക്വിലിബ്രിയം എമൗണ്ട് എന്ന് പറഞ്ഞാൽ, ദെൻ X വിൽ ബി ദ എമൗണ്ട് ഓഫ് കാൽഷ്യം ഓക്സൈഡ്, X will be the amount of carbon dioxide formed, because 1 mole of calcium carbonate dissociate ചെയ്താൽ 1 mole calcium oxide 1 mole carbon dioxide. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന കാൽഷ്യം കാർബണേറ്റിൻ്റെ അമൗണ്ട് X ആണ്. അതുതന്നെയായിരിക്കും ഫോം ചെയ്ത കാൽഷ്യം ഓക്സൈഡിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അമൗണ്ട്. ഓക്കെ, ദെൻ ഈ ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പിന്നെ കാർബൺ റെഡ്യൂസ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആക്കുന്നത്. അപ്പോൾ ഇവിടെയും റിയാക്ട് ചെയ്യുന്ന അമൗണ്ട് എത്രയാ? X. ഈ സെയിം എക്സ് amount of carbon monoxide will then react with carbon to form carbon monoxide. അപ്പോൾ നമ്മൾ എടുത്ത കാർബണിൻ്റെ അമൗണ്ട് എത്രയായിരുന്നു?
initially we have taken B moles of carbon from which Y moles of carbon reacted. PDTL അല്ലേ A moles of calcium carbonate എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് X moles റിയാക്ട് ചെയ്ത് പോയി B moles of carbon ആണ് ഇനിഷ്യലി എടുത്തിരുന്നത് അതിൽ നിന്ന് Y moles റിയാക്ട് ചെയ്ത് പോയി ഓക്കെ ഫോം ചെയ്ത X moles of കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ പറഞ്ഞ B moles of carbon ആയിട്ട് റിയാക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ what will be the equilibrium concentration of carbon dioxide? It will be X minus Y അല്ലേ because C moles of carbon react 1 mole of carbon react ചെയ്താൽ at the same time 1 mole of carbon dioxide react ചെയ്യും അപ്പോൾ ഇവിടെ റിയാക്ട് ചെയ്ത് പോയിരിക്കുന്ന കാർബണിൻ്റെ അമൗണ്ട് എത്രയാണ് Y അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം Y mole of CO2 റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും so X minus Y moles of carbon dioxide ഉണ്ട് B minus Y moles of carbon ഉണ്ട് ഇനി ഈ X minus Y എവിടെയും എക്സിസ്റ്റ് ചെയ്യും X moles of carbon dioxide അവിടെ ഉണ്ടായിരുന്നേ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് X moles of CO2 ആണ് ഫോം ചെയ്തേക്കണേ ആ X moles of CO2 ന്ന് Y moles റിയാക്ട് ചെയ്ത് പോയി Y moles of C റിയാക്ട് ചെയ്ത് പോയി അതേസമയം Y moles of CO2 റിയാക്ട് ചെയ്ത് പോയി അപ്പോൾ ഇവിടെയും ഒരു ഇക്വിലിബ്രിയം പ്രോസസ്സ് ഉണ്ട് ഈ ഇക്വിലിബ്രിയം പ്രോസസ്സിലും CO2 ഉണ്ട് ഇവിടെയും CO2 അമൗണ്ട് എത്രയാണ് X minus Y ഓക്കെ ഇവിടെ X moles ഫോം ചെയ്ത് CO2 ഈ X moles റിയാക്ട് ചെയ്ത് X moles CO2 B moles of C ആയിട്ട് റിയാക്ട് ചെയ്തു അതേസമയം Y moles of C റിയാക്ട് ചെയ്ത് ഇവിടുന്ന് Y mole റിയാക്ട് ചെയ്ത് പോയി ഇപ്പോൾ റിമൈനിങ് അമൗണ്ട് ഓഫ് CO2 X minus Y അത് തന്നെയായിരിക്കും ഇവിടെയും കോൺസെൻട്രേഷൻ ഇതാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോയിന്റ് ഓക്കെ അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇക്വിലിബ്രിയം സെയിം ടൈമിൽ സെയിം വെസലിൽ എക്സിസ്റ്റ് ചെയ്താൽ കോമൺ ആയിട്ട് വരുന്ന സബ്സ്റ്റൻസിൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ വിൽ ബി ദ സെയിം ഇൻ ഓൾ ഇക്വിലിബ്രിയം അപ്പോൾ നമുക്ക് രണ്ട് റിയാക്ഷൻ്റെ KCൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ KC is equal to സോളിഡ് നമ്മൾ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ സോളിഡിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ യൂണിറ്റി എന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ഈക്വൽ ടു X minus Y റിയാക്ഷൻ നടന്നത് V ലിറ്ററിലെ വെസലിലാണെന്ന് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 is X minus Y so X minus Y by V that is KC is equal to molar concentration of CO2 only CaOയും CaCO3യും സോളിഡ് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയിട്ട് എടുത്തേക്കണം ദിസ് ഇസ് KC നമ്പർ 1 രണ്ടാമത്തെ ഇക്വിലിബ്രിയം പ്രോസസ് KC നമ്പർ 2 is equal to Y moles of C റിയാക്ട് ചെയ്തു Y moles of CO2 റിയാക്ട് ചെയ്തു at the same time 2 Y moles of CO2 will be formed according to stoichiometry so it is 2Y ഇത് നമ്പർ ഓഫ് മോൾസ് ആണ് വോളിയം ഓഫ് ദ കണ്ടെയ്നർ V ലിറ്റർ ആണ് അപ്പോൾ നമ്പർ ഓഫ് മോൾസ് Y വോളിയം ആണ് കോൺസെൻട്രേഷൻ 2Y by V the whole square by X minus Y by V into B minus Y by V it is equal to 4Y square minus by X minus Y into B minus Y this is KC2 V square ക്യാൻസൽ ചെയ്ത് പോയി ഓക്കെ ഇതിൽ ഒത്തിരി ഒന്നും പറയാനില്ല ജസ്റ്റ് എന്താണ് സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം എന്ന് നോക്കുക സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം വെച്ച് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ കോമൺ ആയിട്ട് വരും ആ കോമൺ ആയിട്ട് വരുന്ന ആളിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ രണ്ട് ഇക്വിലിബ്രിയത്തിലും ഇപ്പോൾ 3 ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ 3 ഇക്വിലിബ്രിയം പ്രോസസ്സിലും കോമൺ ആയിട്ട് വരുന്ന ആളിൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരും അത്രേ ഉള്ളൂ സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ഓക്കെ ഇപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കി ആ ഇക്വിലിബ്രിയം ഫിസിക്കൽ പ്രോസസ്സിൽ അപ്ലൈ ചെയ്തു കെമിക്കൽ പ്രോസസ്സിൽ അപ്ലൈ ചെയ്തു ആ കെമിക്കൽ പ്രോസസ്സിൽ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ചേഞ്ച് ആകുന്നില്ല ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന് ശേഷം അവിടെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവാത്തൊരു സ്റ്റേറ്റ് വന്നു ആ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ആ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞ പേരായിരുന്നു ഇക്വിലിബ്രിയം കെമിക്കൽ ഇക്വിലിബ്രിയം അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ കെമിക്കൽ പ്രോസസ്സിൽ അപ്ലൈ ചെയ്തിട്ടായിരുന്നു ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കുറച്ച് ഒരു വെറൈറ്റി ഫോമാണ് അതായത് അടുത്തൊരു ഫോമാണ് അയോണിക് ഇക്വിലിബ്രിയം നമ്മൾ അടുത്ത ടോപ്പിക്കാണ് അയോണിക് ഇക്വിലിബ്രിയം അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം കഴിഞ്ഞു നമ്മൾ ഇനി അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് പോവാണ് അപ്പോൾ എന്താണ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് 2 types ഓഫ് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് പറയണം ഇലക്ട്രോലൈറ്റ്സ് ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിന് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് രണ്ട് കണ്ടീഷൻ ഉണ്ട് ഓൾമോസ്റ്റ് ഓൾ ദി ഇലക്ട്രോലൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി
ഇലക്ട്രോലൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഈ ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ സൊല്യൂഷൻ ആക്കുകയോ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലാക്കുകയൊക്കെ ചെയ്താൽ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അതോടൊപ്പം അവർ ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അതോടൊപ്പം ഡിസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഈ ഇലക്ട്രോലൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദർ ഡിസോസിയേഷൻ. ഒരു ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്ന മാനറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഈസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, സെക്കൻഡ് കാറ്റഗറി ഈസ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സപ്പോസ് ഇപ്പോൾ HCl എടുത്താൽ ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു H++Cl-. നമ്മൾ ഒരു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ CH3COH എടുത്താൽ ഇറ്റ് ഡിസോസിയേറ്റ്സ് ഇൻ ടു CH3CO- H+. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ 1 mol HCl എടുത്താൽ ആ 1 mol HCl കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് 1 mol H+ കിട്ടും, 1 mol Cl- കിട്ടും. ദാറ്റ് ഈസ് എടുക്കുന്ന അമൗണ്ട് കംപ്ലീറ്റ് അയോണൈസ് ചെയ്ത് പോകുന്ന ആളിനെയാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ ഇത് ഒരു മോഡറേറ്റ് കോൺസെൻട്രേഷനിലാണെങ്കിലും ദേ ആർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ 1 mol എടുത്താൽ ദാറ്റ് ഈസ് വളരെ കുറച്ച്, ദാറ്റ് ഈസ് 0.2 mol 0.1 mol 0.05 mol ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ എടുക്കുന്ന അമൗണ്ട് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തില്ലെങ്കിൽ അത്തരം ഇലക്ട്രോലൈറ്റ്സിനെ വിളിക്കുന്ന പേരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ക്ലിയർ? അപ്പോൾ അസഡിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തു, CH3CO- H+ ഫോം ചെയ്തു. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ അസഡിക് ആസിഡ് അസറ്റേറ്റ് അയോണും H+ ആയിട്ട് മാറുന്ന അതേ സമയം തന്നെ ഫോം ചെയ്ത അസറ്റേറ്റ് അയോണും H+ കമ്പൈൻ ചെയ്ത് തിരിച്ച് അസഡിക് ആസിഡായിട്ട് മാറും. ഇവിടെ പ്രോസസ്സ് ഇറിവേഴ്സിബിളാണ്. ദാറ്റ് ഈസ് മോളിക്യൂൾ കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും, എടുക്കുന്ന അമൗണ്ട് കംപ്ലീറ്റ് അയോൺസ് ആയിട്ട് മാറുകയും ചെയ്യും. ആ സൊല്യൂഷനിൽ അയോൺസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മോളിക്യൂൾസ് കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറും, അതേസമയം ആ ഫോം ചെയ്ത അയോൺസ് വിൽ കമ്പൈൻ ബാക്ക് ടു ബിക്കം ദ മോളിക്യൂൾ. അപ്പോൾ ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. അപ്പോൾ ഇത്തരം റിയാക്ഷൻസ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കും. മനസ്സിലാക്കുക, ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. ആ റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ആവാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ റിവേഴ്സിബിൾ നേച്ചറാണ്. ദാറ്റ് ഈസ് മോളിക്യൂൾ ഡിസോസിയേറ്റ് അയോൺസ് ആയിട്ട് മാറും, അയോൺസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയിട്ട് മാറും. അപ്പോൾ റിവേഴ്സിബിൾ നേച്ചറുള്ള പ്രോസസ്സിൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ആവാം. ഈ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബിറ്റ്വീൻ എ മോളിക്യൂൾ. ഇവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ആവുന്ന ആർക്കൊക്കെ ഇടയ്ക്കാൻ നോക്കിക്കോ. ലെഫ്റ്റ് സൈഡിലുള്ള എന്താണ്? ഒരു മോളിക്യൂളാണ്. റൈറ്റ് സൈഡിലുള്ളത് ആ മോളിക്യൂളിലെ കൊറസ്പോണ്ടിങ് അയോൺസാണ്, CH3CO- H+. ഇങ്ങനെ ഒരു മോളിക്യൂളിനും ആ മോളിക്യൂളിലുള്ള അയോൺസിനും ഇടയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന ഇക്വിലിബ്രിയത്തിന് സ്പെസിഫിക്കലി പറയുന്ന പേരാണ് അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ, ഇവിടെ അൺഡിസോസിയേറ്റ് മോളിക്യൂൾ ഇല്ല, ഡിസോസിയേറ്റ് ചെയ്യാത്ത മോളിക്യൂൾ ഇല്ല, അത് കംപ്ലീറ്റ് അയോൺസ് ആയിട്ട് മാറാൻ ചെയ്യണം. ഈ പറഞ്ഞ അയോൺസ് തിരിച്ച് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഫോം ചെയ്യൂല. അപ്പോൾ ഇവിടെ അയോണിക് ഇക്വിലിബ്രിയം എന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അയോണിക് ഇക്വിലിബ്രിയം ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. വീക്കിൻ്റെ കാര്യത്തിൽ മോളിക്യൂൾ ഡിസോസിയേറ്റ് അയോൺസ് ആയിട്ട് മാറും, അയോൺസ് മോളിക്യൂൾസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ആവും. അങ്ങനെ എസ്റ്റാബ്ലിഷ് ആവുന്ന ഇക്വിലിബ്രിയത്തിന് നമ്മൾ പറയുന്ന പേരാണ് അയോണിക് ഇക്വിലിബ്രിയം. സോ ആക്ച്വലി അയോണിക് ഇക്വിലിബ്രിയം ഈസ് ദ ഇക്വിലിബ്രിയം വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ എ മോളിക്യൂൾ ആൻഡ് ഇറ്റ്സ് കൊറസ്പോണ്ടിങ് അയോൺസ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH ഡിസോസിയേറ്റ് ചെയ്ത് NH4+ OH- ഫോം ചെയ്യും. അതേസമയം തന്നെ ഫോം ചെയ്ത NH4+ഉം OH- കമ്പൈൻ ചെയ്ത് NH4OH ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ഒരു മോളിക്യൂൾ ഉണ്ടാവും, കുറച്ച് അയോൺസ് ഉണ്ടാവും, ഈ മോളിക്യൂളിനും അയോൺസിനും ഇടയ്ക്ക് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ആവും. ദാറ്റ് ഈസ് നോൺ എസ്
ionic equilibrium. Okay, ionic equilibrium is possible only in the case of weak electrolyte, since it is a reversible nature, since the solution contains undissociated molecule and its corresponding ions. Ionic equilibrium എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മളൊരു ഇലക്ട്രോലൈറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്ട്രോങ്ങും വീക്കെന്നും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനും വീക്ക് ഇലക്ട്രോലൈറ്റ്സിനും എക്സാമ്പിൾ നോക്കാം നമുക്ക്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, weak electrolyte. Okay, all strong acids are strong electrolytes. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ നമ്മൾ എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ്സ്, ദാറ്റ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO3, H2SO4. All these are strong acids and they are strong electrolytes. Okay, number 2, all strong bases. All strong bases like NaOH, KOH, etc. Number 3, salts. That is, നമ്മൾ ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്ന പ്രോസസ്സ് നമ്മളന്ന് ന്യൂട്രലൈസേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന സബ്സ്റ്റൻസസിന് പറയുന്നവരാണ് സോൾട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ NaCl, Na2SO4, then K2SO4. All these are salt and salts are strong electrolytes. Okay, weak electrolytes in example നോക്കിക്കോ. First category, weak acids. Most of the organic acids are weak. For example, acetic acid, CH3COH, HCOH, then carbonic acid. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം weak acids ആണ്. All weak acids are weak electrolytes. Category number 2, weak bases like ammonium hydroxide. Okay, അപ്പോൾ വീക്ക് ആസിഡും വീക്ക് ബേസും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. സോൾട്ട് എല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു സ്ട്രോങ് ആസിഡ്സ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണെന്ന് പറഞ്ഞു, സ്ട്രോങ് ബേസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് പറഞ്ഞു. വീക്ക് ആസിഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, വീക്ക് ബേസ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഒരു സോൾട്ട് ഫോം ചെയ്യുന്നത് ഒരു ആസിഡിൽ നിന്നും ബേസിൽ നിന്നോ? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്, സ്ട്രോങ് ബേസ് ആണ്. HCl, സ്ട്രോങ് ആസിഡാണ്. രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്ത് കിട്ടുന്ന സോൾട്ടാണ് NaCl. ഡെഫിനറ്റ്ലി NaCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ദിസ് ഇസ് സ്ട്രോങ് ബേസ്, ദിസ് ഇസ് സ്ട്രോങ് ആസിഡ്, സോൾട്ട് ഫോം ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, CH3COH, അസറ്റിക് ആസിഡ് പ്ലസ് NaOH. അസറ്റിക് ആസിഡ് നമുക്കറിയാം വീക്ക് ആസിഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസുമാണ്. റിയാക്ട് ചെയ്തുണ്ടാകുന്ന സോൾട്ടിൻ്റെ ഫോമിൽ എന്താണ്? CH3COONA, സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ്. ഈ സോഡിയം അസറ്റേറ്റ് സോൾട്ടാണ് ആൻഡ് ദിസ് സോൾട്ട് ഈസ് ഫോംഡ് ഫ്രം എ വീക്ക് ആസിഡ് ആൻഡ് എ സ്ട്രോങ് ബേസ്. ഈവൻ ദെൻ ദിസ് സോൾട്ട് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു സോൾട്ട് ഫോം ചെയ്യുന്നത് സ്ട്രോങ് ആസിഡിൽ നിന്നാവാം, സ്ട്രോങ് ബേസിൽ നിന്നാവാം, വീക്ക് ആസിഡിൽ നിന്നാവാം, വീക്ക് ബേസിൽ നിന്നാവാം. ഓക്കെ, ഈവൻ ദെൻ ഓൾ സോൾട്ട് ആർ കമ്മിങ് ഇൻ ദ കാറ്റഗറി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഓൾ ദിസ് സോൾട്ട് ആർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. വീക്ക് ആസിഡും വീക്ക് ബേസും മാത്രമേ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് വരുള്ളൂ. ഓൾമോസ്റ്റ് ഓൾ സോൾട്ട്സ് ആർ കമ്മിങ് ഇൻ ദ കാറ്റഗറി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ എന്താണ് സ്ട്രോങ്, എന്താണ് വീക്ക് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. എടുത്തത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത അയോൺസ് ആയിട്ട് മാറിയില്ല, അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്തല്ല അത് വീക്ക് ഇലക്ട്രോലൈറ്റും. ഓക്കെ, ആ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടേം പഠിച്ചു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആൽഫ എന്താണ്. ആൽഫ ഈസ് നോൺ എസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് ഡിസോസിയേഷൻ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ആസിഡിൻ്റെ ഡിസോസിയേഷൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരു വീക്ക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ആസിഡ്. ഓക്കെ, അപ്പം ഞാൻ അസിഡിക് എക്സാമ്പിളായിട്ട് എടുക്കുന്നത് അസിഡിക് ആസിഡ് എടുക്കാമെന്ന് ഇരിക്കുക. CH3COH. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് അസിഡിക് ആസിഡ് ആൽഫയാണെന്ന് വിചാരിക്കാം. ദെൻ
ഇതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാം? CH3 CO മൈനസ് പ്ലസ് H പ്ലസ് അസറ്റേറ്റ് പ്ലസ് H പ്ലസ്. സപ്പോസ് നമ്മളിപ്പോൾ 1 മോൾ അസറ്റിക് ആസിഡ് എടുത്തിരുന്നുവെങ്കിൽ 1 മോൾ അസറ്റിക് ആസിഡ് എടുത്തിരുന്നുവെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്ര ബാക്കി ഉണ്ടായിരുന്നേനെ? 1 മൈനസ് ആൽഫ. Since alpha is the degree of dissociation, from 1 mole alpha will be dissociated and the amount of acetic acid left undissociated at equilibrium will be 1 minus alpha. Right? അങ്ങനെയാണെങ്കിൽ അസറ്റേറ്റിൻ്റെ amount ആൽഫ ആയിരിക്കും, H പ്ലസ് ആൽഫ ആയിരിക്കും. Because 1 mole acetic acid gives 1 mole of acetate plus 1 mole of H plus. ഓക്കെ, ഇപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് പോയ amount ആൽഫയാണ്, അപ്പോൾ കിട്ടുന്ന അസറ്റേറ്റിൻ്റെ amount ആൽഫയാണ്, H പ്ലസിൻ്റെ amount ആൽഫയാണ്. ഇത് 1 മോൾ എടുത്താലുള്ള കാര്യമാണ്. ഞാൻ C മോളാർ എടുക്കുന്നു വിചാരിക്കുക. ഇഫ് ഐ ഹാവ് ടേക്കൺ C മോളാർ അസറ്റിക് ആസിഡ് ഇക്വിലിബ്രിയം പൊസിഷനിൽ, അപ്പോൾ ദിസ് ഇസ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് മോൾസ്. 1 മോൾ എടുത്തു. ആ 1 മോളിൽ നിന്ന് ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആയത് കാരണം 1 മോളിൽ നിന്ന് ആൽഫ ഡിസോസിയേറ്റ് ചെയ്ത് പോയി. റിമൈനിങ് എമൗണ്ട് 1 മൈനസ് ആൽഫ. ഇവിടെ ആൽഫ ഫോം ചെയ്തു, ഇവിടെ ആൽഫ ഫോം ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഡിസോസിയേഷൻ. ഞാനത് കോൺസെൻട്രേഷൻ്റെ ടേമിൽ എടുക്കുകയാണെങ്കിൽ 1 മോൾ അല്ലെങ്കിൽ 1 മോളാർ ഇതിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന എമൗണ്ടാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത്. 1 മോളിന് കറസ്പോണ്ടിങ് കോൺസെൻട്രേഷനാണ് മോൾ. 1 മോളാർ എന്ന് പറഞ്ഞത് ഇറ്റ് കണ്ടെയ്ൻ 1 മോൾ ഇൻ 1 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ C മോൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇൻ ടേംസ് ഓഫ് എന്താ, ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ദിസ് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ലെഫ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ 1 മോളാർ എടുത്താൽ ആൽഫ ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ C മോളാർ എടുത്താലോ C ആൽഫ ഡിസോസിയേറ്റ് ചെയ്യും അല്ലേ? ഇപ്പോൾ 1 മോളാർ എന്ന് ആൽഫ ഡിസോസിയേറ്റ് ചെയ്താൽ 2 മോളാർ എന്ന് എന്ത് ചെയ്യും? 2 ആൽഫ ഡിസോസിയേറ്റ് ചെയ്യും. 3 മോളാർ എടുത്താൽ 3 ആൽഫ ഡിസോസിയേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞാൽ C മോളാർ എടുത്താൽ അതിൽ നിന്ന് C ആൽഫ ഡിസോസിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, 1 മോളാറിന് കറസ്പോണ്ടിങ് ആണ് ആൽഫ, അല്ലെങ്കിൽ 1 മോളിന് കറസ്പോണ്ടിങ് ആണ് ആൽഫ. അപ്പോൾ 2 മോൾസ് എടുത്താൽ 2 ആൽഫ ഡിസോസിയേറ്റ് ചെയ്യും. ഇൻ ടേംസ് ഓഫ് മോൾസും നമുക്ക് ആൽഫ ഡിഫൈൻ ചെയ്യാം, മോളാറിൻ്റെ ദാറ്റ് ഇസ് കോൺസെൻട്രേഷൻ്റെ ടേമിൽ നമുക്ക് ആൽഫ ഡിഫൈൻ ചെയ്യാം. 1 മോളാറിന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന എമൗണ്ട് ആണ് ആൽഫ, അല്ലെങ്കിൽ 1 മോളിന് കറസ്പോണ്ടിങ് ആണ് ആൽഫ. അപ്പോൾ 2 മോളാർ എടുത്താൽ 2 ആൽഫ ഡിസോസിയേറ്റ് ചെയ്യും. 3 മോളാർ എടുത്താൽ 3 ആൽഫ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ C മോളാർ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇനിഷ്യലി ഇഫ് ഐ ആം ടേക്കിംഗ് C മോളാർ അസറ്റിക് ആസിഡ്, C ആൽഫ ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ റിമൈനിങ് എമൗണ്ട് വിൽ ബി ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ദ റിമൈനിങ് എമൗണ്ട് വിൽ ബി C മൈനസ് C ആൽഫ. ഓക്കെ, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് C ഇൻറ്റു 1 മൈനസ് ആൽഫ. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇത് നമ്പർ ഓഫ് മോളിൻ്റെ ടേമിലും ഇത് കോൺസെൻട്രേഷൻ്റെ ടേമിലും തന്നെ എഴുതിക്കണം. അപ്പോൾ ഞാനിപ്പോൾ C മോളാർ എടുത്തു എന്ന് ആയിരിക്കുക. C ആൽഫ ഡിസോസിയേറ്റ് ചെയ്ത് പോയി. C ആൽഫ ഡിസോസിയേറ്റ് ചെയ്ത് പോയാൽ ഇവിടെയും C ആൽഫ ഫോം ചെയ്യാം, ഇവിടെയും C ആൽഫ ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഫ് ആൽഫ ഇസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് അസറ്റിക് ആസിഡ്, ദെൻ അറ്റ് ഇക്വിലിബ്രിയം C into 1 minus alpha acetic acid will be left undissociated. C alpha acetate will be formed at equilibrium. C alpha H plus will be formed at equilibrium. നമ്മൾ അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാം. ഓക്കെ, ദെൻ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നോക്കിയോളൂ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓൾ ആസിഡ് ഡിസോസിയേറ്റ്സ് ഓൺലി ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. നമ്മളത് ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് കമ്പൽസറി ആണ്. അപ്പോൾ അസിഡിക് ആസിഡ് ഡിസോസിയേറ്റ്സ് ഓൺലി ഇൻ പ്രസൻസ് ഓഫ് H2O. അപ്പോൾ ഞാൻ KC ഡിഫൈൻ ചെയ്യാം. KC ഇസ് ഈക്വൽ ടു നമ്മൾ ഇത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഞാനതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് CH3CO മൈനസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H plus divided by reactions ആരൊക്കെയാ? അസറ്റേറ്റും H2O-യും അസറ്റിക് ആസിഡും H2O-യും CH3COH into concentration of H2O. Acetic acid plus H2O, right? Then
അസറ്റേറ്റ്, എച്ച് പ്ലസ് അസറ്റിക് ആസിഡ്. ഇത് വാട്ടറാണ്. വാട്ടർ പ്യുവർ ലിക്വിഡാണ്. നമ്മൾ അതിൻ്റെ മോളർ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ H2 ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് Kc ഇൻറ്റു H2O. CH3COOH. മേലുള്ള അതുമാതിരി തന്നെയാണ് CH3CO മൈനസും H പ്ലസും. ഓക്കെ, Kc ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണല്ലോ. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. A constant into another constant will give you a new constant, that is Ka. Okay, this is equal to concentration of CH3CO minus into concentration of H plus by concentration of CH3COOH. Okay, this Ka is known as dissociation constant of acid. Okay, Ka is known as dissociation constant of acid. ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ Ka is equal to CH3CO minus into H plus by CH3COH. അതായത് ഒരു വീക്ക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആനിയോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് കാറ്റയോൺ ഡിവൈഡഡ് ബൈ ദ കൊറസ്പോണ്ടിങ് അൺഡിസോസിയേറ്റഡ് ആസിഡ്. ഇപ്പം നമ്മൾ സിൻ്റെ ടേം, ദാറ്റ് ഇസ് കോൺസെൻട്രേഷൻ്റെ വാല്യൂ കൊടുത്ത് എഴുതുകയാണെങ്കിൽ വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ അറ്റ് ഇക്വിലിബ്രിയം? C alpha. Okay, that is Ka is equal to C alpha into C alpha. Concentration of acetate ion is C alpha, concentration of H plus is also C alpha. So it is C alpha into C alpha by concentration of acetic acid at equilibrium is C into 1 minus alpha. C cancel the boy. It is equal to C alpha square by 1 minus alpha. It is the expression for dissociation constant of acid in terms of alpha, in terms of degree of dissociation. So we can say Ka is equal to C alpha square by 1 minus alpha, where alpha is the degree of dissociation, Ka is the dissociation constant of weak acid. Then നമ്മൾ വീക്ക് ആസിഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇൻ മോസ്റ്റ് ഓഫ് ദി വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആൽഫ വിൽ ബി വെരി വെരി സ്മോൾ. അപ്പോൾ അതിപ്പോൾ 1 കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ആൽഫ ഈസ് 0.01 ഡിഗ്രി ഓഫ് ദാറ്റ് ഇസ് ഡിസോസിയേഷൻ 0.01 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്ന അമൗണ്ട് എത്രയാണ്? 1 മൈനസ് 0.01. 1 മൈനസ് 0.01 ഈസ് നിയർലി ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 1 നിന്ന് 0.01 സബ്ട്രാക്ട് ചെയ്താലും വാല്യൂ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 1ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സിൻസ് ആൽഫ ഈസ് നെഗ്ലിജിബിളി സ്മോൾ ഓർ സിൻസ് ആൽഫ ഈസ് വെരി സ്മോൾ, 1 മൈനസ് ആൽഫ ക്യാൻ ബി ടേക്കൺ നിയർലി ആസ് 1. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് ബിക്കംസ് Ka ഈസ് ഈക്വൽ ടു C ആൽഫ സ്ക്വയർ. അവിടെ എന്താ കണ്ടീഷൻ പറഞ്ഞ്? സിൻസ് ആൽഫ ഈസ് വെരി സ്മോൾ, 1 മൈനസ് ആൽഫ ഈസ് നിയർലി ഈക്വൽ ടു 1. For most of weak acids or weak electrolytes, alpha will be very very small. So alpha very small ആണെങ്കിൽ 1 minus alpha can be taken as 1. So Ka will be equal to C alpha square, or alpha is equal to square root of Ka by C. അപ്പോൾ ഇതൊന്നും ഓർത്തിരിക്കുക, നമുക്ക് കുറേ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണിത്. ആൽഫ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് Ka by C, where alpha is the degree of dissociation, Ka is the dissociation constant of acid, and C is the molar concentration corresponding to mole. അപ്പോൾ molar concentration, dissociation constant, alpha. ഇവിടെ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി, കോൺസെൻട്രേഷനും ആൽഫയും തമ്മിലുള്ള റിലേഷൻ. കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആൽഫ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതോറും, ദാറ്റ് ഈസ് കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യുന്നതോറും കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. ഇപ്പോൾ ഡൈല്യൂഷൻ നടക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആൽഫ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ്
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇത് ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞാൽ ആൽഫ is known as degree of dissociation. So degree of dissociation of a weak electrolyte is inversely proportional to the square root of molar concentration, and that statement is known as ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു പേര് പറയാം, ഓസ്റ്റ്വാൾഡ്സ് ഡൈലൂഷൻ ലോ. ദാറ്റ് ഈസ് ആ ഇക്വേഷൻ്റെ എക്സ്പ്ലനേഷൻ. Okay, so alpha, this is known as degree of dissociation. അപ്പോൾ degree of dissociation of a weak electrolyte is inversely proportional to the square root of concentration. അപ്പോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആൽഫ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡൈലൂഷൻ നടക്കുന്നതനുസരിച്ച്, ഡൈലൂഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആൽഫ ഇൻക്രീസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്ത് മാക്സിമം ഡൈല്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇനി നിങ്ങൾക്ക് ആ സബ്സ്റ്റൻസിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റാണ്ടായി. ഇപ്പം നമുക്ക് പറയാം ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എത്തി. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എത്തിയാൽ ആൽഫ എന്ത് ചെയ്തു, ആൽഫ കൂടി ആൽഫ മാക്സിമം എത്തി. അപ്പോൾ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ all electrolytes are strong electrolytes. That is, even a weak electrolyte can undergo almost complete dissociation at infinite dilution, that is at maximum dilution. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആൽഫ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഡിസോസിയേഷൻ കൂടും. ഇപ്പോൾ നമുക്കൊരാളിനെ മാക്സിമം ഡിസോസിയേറ്റ് ചെയ്യിക്കണമെങ്കിൽ മാക്സിമം ഡൈല്യൂട്ട് ചെയ്യിക്കുക. ക്ലിയർ? അപ്പോൾ ദിസ് ഇസ് ഓസ്റ്റ്വാൾഡ്സ് ഡൈല്യൂഷൻ ലോ. നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വീക്ക് ആസിഡിൻ്റെ കാര്യത്തിലാണ്. ഇത് നമ്മളൊരു വീക്ക് ബേസിനാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആൽഫ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് Kb/C. ദിസ് ഇസ് ഫോർ വീക്ക് ആസിഡ്, ദിസ് ഇസ് ഫോർ വീക്ക് ബേസ്. ആൽഫ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് Kb/C. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, Kb ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ്. ക്ലിയർ? അപ്പോൾ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഉള്ള പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.